Okay, next topic is monotone sequences. ഓക്കെ, ഇതുവരെ നമ്മളൊരു സീക്വൻസിന്റെ കൺവേർജൻസ് എങ്ങനെയൊക്കെയാ പറഞ്ഞത്? ഒന്ന് ഡയറക്റ്റ് ഡെഫിനിഷൻ വെച്ചിട്ട്. രണ്ടാമത്തത് മോഡ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ ഓർ സി എ എൻ ഫോർ എ എൻ കൺവേർജസ് ടു സീറോ ആയിട്ട് ഒരു സീക്വൻസ് സി പോസിറ്റീവ് ആണെങ്കിൽ എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഐഡിയ. മൂന്നാമത്തത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, എന്താ റൂട്ട് ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ സീക്വൻസ് കൺവേർജന്റ് ആണ്, സ്ക്വയർ റൂട്ട് സീക്വൻസ് കൺവേർജന്റ് ആണ്, അങ്ങനെയുള്ള മൂന്നാമത്തെ ടൈപ്പ്. നാലാമത്തത് സ്ക്വീസ് തിയറം അല്ലെ, ഒരു സീക്വൻസ് എക്സ് എൻ കൺവേർജന്റ് അതിന്റെ താഴെ യു എൻ and vn are two sequences. If these two sequences converges to the same limit, then x can converges to that limit. This is called the skew theorem. And lastly, we use the ratio test. If xn plus 1 by xn limit of that is less than 1, then the sequence xn converges to 0. ഇങ്ങനെ ആണ് നമ്മൾ ഒരേ സീക്വൻസിനെ കുറിച്ച്, സീക്വൻസിന്റെ കൺവേർജൻസിനെ കുറിച്ച് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ മറ്റൊരു രീതിയിലേക്ക് പോവാണ്. കൂടുതൽ കൺവേർജൻസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മൊണോട്ടോൺ സീക്വൻസ്. അപ്പൊ എന്താണ് മൊണോട്ടോൺ സീക്വൻസ് എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് സീക്വൻസ് എന്താണെന്ന് നോക്കാം. The sequence x equal to xn is increasing if x1 less than or equal to x2 less than or equal to etc less than or equal to xn less than or equal to xn plus 1 etc. അതായത് സീക്വൻസ് ഓരോ ടേം മുന്നോട്ട് പോകുമ്പോഴും സീക്വൻസിലെ ടേം കുറയുന്നില്ലെങ്കിൽ, നിലവിലുള്ള വാല്യൂവിനേക്കാളും കുറയുന്നില്ല, അത് ഒന്നുകിൽ അതേ വാല്യൂ തന്നെ എക്സ് ഈക്വൽ ആയി നിൽക്കുക, അല്ലെങ്കിൽ അതിനേക്കാളും വലുതാവുക. സീക്വൻസ് ഇസ് കോൾഡ് ഇൻക്രീസിങ് സീക്വൻസ്. അപ്പൊ ഡിക്രീസിങ് എന്തായിരിക്കും? ഡിക്രീസിങ് x1 greater than or equal to x2 greater than or equal to etc greater than or equal to xn greater than or equal to xn plus greater than or equal to etc. For example, the sequence 1, 2, 2, 3, 3, 3, 4, 4, 4, 4, etc. This is a sequence. This sequence is an increasing sequence, whereas 1, 1 by 2, 1 by 3, this is a decreasing sequence. Now, എന്താണ് monotone sequence എന്ന് പറയാമെന്ന്? X is monotone if it is either increasing or decreasing. മൊണോട്ടോൺ ഒരേ ടോൺ എന്ന് പറയില്ലേ, ഒരേ രീതി. അതായത് ഒന്നുകിൽ സീക്വൻസിലെ ടേം ഇങ്ങനെ വാല്യൂസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്ത് പോവാം. സീക്വൻസിലെ വാല്യൂസ് ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് പോവാം. സോ such sequences are called monotone sequences. Monotone, either monotone increasing or monotone decreasing sequence. Okay. Example പറഞ്ഞു, if a greater than 1, the sequence is a square, a cube, etc. a raised to n plus 1, etc.
Is monotone increasing? Is monotone increasing? Right? Like 1 വലിയ numbers power ചെയ്താൽ whereas if b less than 1, the sequence b, b square, b cube, etc., b raised to n, b raised to n plus 1, etc., is monotone decreasing. Monotone decreasing. ഇതാണ് monotone sequence എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വേറെ ടൈപ്പ് സീക്വൻസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് അത് ജസ്റ്റ് ഒന്ന് പറയാം. ഒരു സീക്വൻസ് 7, 6, 1, 2, 3, 4, etc. This sequence is not monotone. This is not increasing or decreasing, but after two terms, it goes increasing. The sequence is called ultimately increasing. Ultimately. Sequence പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് കഴിഞ്ഞിട്ട് ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആണെങ്കിലും നമുക്ക് അതിന് അൾട്ടിമേറ്റ്ലി ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ അൾട്ടിമേറ്റ്ലി മൊണോട്ടോൺ ആണ് എന്ന് പറയാം. ഇപ്പോ മൊണോട്ടോൺ അല്ലാത്ത സീക്വൻസിന് എന്താ എക്സാമ്പിൾ പറയാം? -1n എന്നുള്ള സീക്വൻസ് ഇതൊരിക്കലും മൊണോട്ടോൺ അല്ല. 2 0 2 0 2 0 etc. എന്നുള്ള സീക്വൻസ് is not monotone. Okay. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ് ഇത്. എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. monotone convergence theorem. monotone convergence theorem. അപ്പൊ എന്താണ് monotone convergence theorem? monotone എന്ന് പറഞ്ഞാൽ അല്ലെ either increasing or decreasing. So monotone sequence of real numbers statement. Monotone sequence of real numbers is convergent if and only if it is bounded. Further, ഇത് മാത്രമല്ല, a part if x equal to xn is increasing unbounded, then limit xn equal to supremum of the set xn and belongs to n. അടുത്ത ഭാഗം എന്തായിരിക്കും? if x equal to xn is decreasing, if x equal to xn is decreasing, then limit xn if y equal to yn is decreasing, then limit of yn equal to infimum of the set yn and belongs to n. ഇപ്പൊ എന്താണ് monotone convergence theorem പറയുന്നത്? ഒന്നാമത്തെ കാര്യം, monotone sequence convergent ആണെങ്കിൽ അത് ബൗണ്ടഡ് ആയിരിക്കും. അല്ലെങ്കിൽ ബൗണ്ടഡ് ആയിട്ടുള്ള monotone sequence ഉറപ്പായിട്ടും convergent ആയിരിക്കും. അപ്പോൾ monotone
ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആയിട്ടുള്ള സീക്വൻസ് കൺവേർജന്റ് ആവാനുള്ള കണ്ടീഷൻ അത് ബൗണ്ടഡ് ആയിരിക്കണം എന്നാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഒരു മൊണോട്ടോൺ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അത് കൺവേർജന്റ് ആണ്, ഒരു മൊണോട്ടോൺ സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആണ്. ഈ രണ്ട് ഭാഗമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, ഇൻക്രീസിങ് ആണെങ്കിൽ ലിമിറ്റ് സെറ്റ് ഇത് ശരിക്കും എന്താണ്, സീക്വൻസ് എക്സ്റ്റെന്നിലെ എലമെന്റ്സിന്റെ സെറ്റ് ആണ് സെറ്റ് എക്സ്റ്റെൻസസ് ദാറ്റ് n belongs to n. സീക്വൻസ് എക്സ്റ്റെന്നിലെ എലമെന്റ്സിന്റെ സെറ്റ്, ആ സെറ്റിന്റെ സുപ്രീം ആയിരിക്കും സീക്വൻസിന്റെ ലിമിറ്റ്. അതുപോലെ ഡിക്രീസിങ് ആണെങ്കിൽ സെറ്റ് yn-ന്റെ ഇൻഫിമം ആയിരിക്കും. ഇതാണ് മോണോട്ടോൺ കൺവേർജൻസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്ന. ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ നിങ്ങൾ കാണാതെ പഠിക്കണം. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ശരിക്ക് ഈ എ പ്രൂവ് ചെയ്താൽ മതി. കാരണം x equal to xn is monotone if and only if it is bounded. So ആദ്യം ഇത് ശരിക്ക് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് കൺവേർജന്റ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആണെന്നാണ്. തിരിച്ച് എ പ്രൂവ് ചെയ്താൽ മതി. തിരിച്ചെന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ബൗണ്ടഡ് ആണ് മൊണോട്ടോൺ ആണെങ്കിൽ അത് കൺവേർജന്റ് ആണെന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ മതി? സീക്വൻസ് ഇൻക്രീസിങ് മൊണോട്ടോൺ എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ആൻഡ് ബൗണ്ടഡ് നഷ്ടം ചെയ്യുക, ലിമിറ്റ് ഇതാണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ കൺവേർജന്റ് ആണ് ലിമിറ്റ്. അപ്പൊ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യുക? ആദ്യം ഡയറക്റ്റ് ഇംപ്ലിക്കേഷൻ പ്രൂവ് ചെയ്യുക. സപ്പോസ് x equal to xn is convergent is monotone and convergent, then it is bounded. Why? Convergent sequences are bounded. Then it is bounded. Why? Then it is bounded. പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം സിൻസ് എന്താണ്, കൺവേർജന്റ് സീക്വൻസസ് ആർ ബൗണ്ടഡ്. മൊണോട്ടോൺ ആവണമെന്നൊന്നുമില്ല. ഏത് കൺവേർജന്റ് സീക്വൻസ് കൊണ്ടാണ് ബൗണ്ടഡ് ആണ്? നമുക്കറിയണ റിസൾട്ട് ആണ് അല്ലെ? ഓർക്കണല്ലേ, നമ്മളൊരു എം കൺസ്ട്രക്ട് ചെയ്ത് കൺവേർജൻസ് ഉപയോഗിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള എലമെന്റ് ഉപയോഗിച്ചിട്ട് നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഡയറക്റ്റ് ഇംപ്ലിക്കേഷൻ, അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് monotone sequence of real numbers is convergent implies it is bounded എന്നാണ് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒരു സീക്വൻസ് തിരിച്ചെന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജന്റ് ആണെന്നാണ്. അപ്പൊ ബൗണ്ടഡ് ആണെങ്കിൽ, അപ്പൊ നമ്മള് ബൗണ്ടഡും മൊണോട്ടോണും ആണെങ്കിൽ കൺവേർജന്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ കോൺവേഴ്സ്ലി assume x equal to xn is a bounded monotone എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആണ്. ബൗണ്ടഡ് monotone sequence. We shall prove it is convergent and converges to this limit. ഏത് ലിമിറ്റ്? ഏത് ലിമിറ്റിലേക്ക്? സുപ്രീമം ഓഫ് xn n belongs to n എന്നുള്ള സെറ്റിലേക്ക്. അപ്പൊ അതെങ്ങനെ പ്രൂവ് ചെയ്യും നോക്കാം. അപ്പോ ബൗണ്ടഡ് മൊണോട്ടോൺ സീക്വൻസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. then x is either increasing or decreasing. അപ്പൊ നമ്മള് ആദ്യം ഈ അസ്യൂം രണ്ട് കേസ് ആയിട്ട് ചെയ്യാം. കേസ് 1,
x is increasing. അപ്പൊ നമ്മൾ ശരിക്കും എന്താണ് പ്രൂവ് ചെയ്യണത്? കെ പാർട്ട് ആണ് പ്രൂവ് ചെയ്യുന്നത്. എക്സ് ഇൻക്രീസിങ് ആണെന്ന് വിചാരിക്കുക. എക്സ് ഇൻക്രീസിങ് ആണെങ്കിൽ എക്സ് ഇൻക്രീസിങ് ആണ്. പിന്നെ എക്സ് എന്താണ് നമ്മൾ പ്രൂവ് അസ്യൂം ചെയ്തിട്ടുണ്ട്? ബൗണ്ടഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. Since x is bounded, ഒരു സീക്വൻസ് ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Where x is m greater than 0 such that mod xn less than or equal to m for every n belongs to m. Right? Bounded ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സീക്വൻസിലെ എല്ലാ ടേമിന്റെ അബ്സല്യൂട്ട് വാല്യൂ ഒരു പർട്ടിക്കുലർ പോസിറ്റീവ് നമ്പറിനെക്കാളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് എന്ന്. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ then the set, ഏതാണ് സെറ്റ്? ഈ സീക്വൻസിലെ എലമെന്റ്സിന്റെ സെറ്റ് ആണ്. ഇതൊക്കെ ഇത് സീക്വൻസിലെ മുഴുവൻ ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ സീക്വൻസിലെ എലമെന്റ്സിന്റെ സെറ്റ് എടുക്കുക, സീക്വൻസിനെ സെറ്റ് ആക്കി മാറ്റുക. സീക്വൻസിലെ എലമെന്റ്സിനെ മുഴുവൻ എടുത്തിട്ട് ഒരു സെറ്റ് ഫോം ചെയ്യുക. then the set xn n belongs to m is bounded, right? ഇനി ഈ സെറ്റ് എംപ്റ്റി ആവോ? ഒരിക്കലും ആവില്ല, കാരണം സീക്വൻസ് ഒരിക്കലും എംപ്റ്റി ആവില്ല. സീക്വൻസിൽ ഒരാളെങ്കിലും ഉണ്ടാവും. സോ ദിസ് സെറ്റ് ഈസ് നോൺ എംപ്റ്റി ആൻഡ് ബൗണ്ടഡ്. therefore എന്താണ് നോൺ എംപ്റ്റി ബൗണ്ടഡ് എന്ന് പറഞ്ഞാല് നമുക്ക് പറയാൻ പറ്റുക the set has a supremum and infimum. Why? Completeness property. The set is bounded. Bounded means it is bounded, both bounded above and below. So the set has a supremum. By completeness property, the set xn n belongs to n has a supremum. Let x star equal to supremum of xn n belongs to n. ആ സുപ്രീമത്തിന് നമ്മൾ x star എന്ന് പേരെടുക്കുക. ആ സുപ്രീമത്തിന് നമ്മൾ x star എന്ന് പേരെടുക്കുക. x star എന്ന സുപ്രീമത്തിന് പേര് കൊടുത്താല് നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും. then let epsilon positive, then x star minus epsilon cannot be an upper bound for the set xn n belongs to u. എന്തുകൊണ്ടാണ് പറ്റാത്തത്? നമുക്ക് ഈ സെറ്റിന്റെ സുപ്രീമാണ് എക്സ് സ്റ്റാർ. അപ്പൊ സുപ്രീമത്തിനേക്കാളും എന്തെങ്കിലും കുറഞ്ഞാൽ അതിനെന്താകാൻ കഴിയില്ല? ബൗണ്ടഡ് ആവാൻ കഴിയില്ല. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മളെ വീണ്ടും തിയറത്തിലേക്ക് പോവാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? എ പാർട്ടിൽ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ലിമിറ്റ് ഓഫ് എക്സ് എൻ സുപ്രീമം ഓഫ് എക്സ് എൻ എൻ ബിലോങ്സ് ടു എന്നാണ്. ആ സുപ്രീമത്തിലേക്ക് നമ്മൾ എത്തി എങ്ങനെ? സീക്വൻസിന്റെ ബൗണ്ടഡിൽ നിന്ന് സെറ്റിന്റെ ബൗണ്ടഡിലെത്തി. ബൗണ്ടഡ് ആണെങ്കിൽ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പ്രകാരം നമ്മൾ എക്സ് സ്റ്റാർ കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് എക്സ് എൻ എന്നുള്ള സീക്വൻസിന്റെ ലിമിറ്റ് എക്സ് സ്റ്റാർ ആണെന്നാണ് പ്രൂവ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? അതിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യണം. അതിന് ആദ്യം വേണ്ടത് ഒരു എപ്സിലോൺ എടുത്തിട്ട് ഒരു കെ കണ്ടുപിടിക്കാനാണ്. അപ്പൊ എപ്സിലോണിന് കെ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് നോക്കണേ. നമ്മൾ ഈ എക്സ് സ്റ്റാർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു, എപ്സിലോൺ എടുത്തു. ഇനി എക്സ് സ്റ്റാർ സുപ്രീം ആയതുകൊണ്ട് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഈ സീക്വൻസിലെ അല്ലെങ്കിൽ ഈ സെറ്റിന്റെ അപ്പർ ബൗണ്ട് ആവാൻ കഴിയില്ല. അപ്പർ ബൗണ്ട് ആവാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുന്ന എന്താണ്? ഈ എലമെന്റിന്റെ അപ്പുറത്ത് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോണിന്റെ അപ്പുറത്ത് ഈ സെറ്റിൽ ഒരാളെങ്കിലും ഉണ്ടാവില്ലേ? ഒരാളെങ്കിലും ഉണ്ടാവും. then
there exists, അയാളെ നമ്മൾ വളരെ ബോധപൂർവം xk എന്ന് വിളിക്കുകയാണ്. ഈ k നമുക്ക് സീക്വൻസിൽ ആവശ്യമുള്ള k ആണ്. Then there exists xk belongs to n such that എന്താണ് x star minus epsilon less than xk. എങ്ങനെ കിട്ടി? x star minus epsilon സെറ്റിന്റെ അപ്പർ ബൗണ്ട് അല്ലാത്തത് കൊണ്ട്, x star സുപ്രീം ആയതുകൊണ്ട് x സ്റ്റാറിൽ നിന്ന് എന്ത് കുറച്ചാലും സീക്വൻസിന്റെ അപ്പർ ബൗണ്ട് ആവില്ല. അപ്പൊ x star minus epsilon അപ്പർ ബൗണ്ട് ആവാത്തതുകൊണ്ട് ഈ സെറ്റിൽ ഒരാളെങ്കിലും ഉണ്ടാവും ഇതിന്റെ അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ആ അപ്പുറത്തുള്ള ആളെ നമ്മൾ ബോധപൂർവം xk എന്ന് വിളിക്കും. ഏതോ ഒരു എലമെന്റ് ആയിരിക്കും, ആ എലമെന്റ് നമ്മൾ എന്ത് വിളിക്കുന്നു? xk എന്ന് വിളിക്കുന്നു. Now നമുക്ക് ഇനി വരുന്ന നോക്കുക. For n greater than or equal to k, what will be the relation between xn and xk? Sequence is increasing, right? X is an increasing sequence. Therefore, n greater than or equal to k ആണെങ്കിൽ xn ഉം xk ഉം അതേ ഓർഡറിലായിരിക്കും. n വലുതും k വലുതാണെങ്കിൽ xn ഉം xk ഉം അതേ ഓർഡറിലായിരിക്കും. ഇൻക്രീസിംഗ് ആണെങ്കിൽ സഫിക്സിന്റെ ഓർഡറിലായിരിക്കും എലമെന്റ്സിന്റെ ഓർഡർ. n കഴിഞ്ഞിട്ടാണ് k എങ്കിൽ, അല്ല k കഴിഞ്ഞിട്ടാണ് n എങ്കിൽ xk കഴിഞ്ഞിട്ടായിരിക്കും xn. സോ n greater than or equal to k ആണെങ്കിൽ xn greater than or equal to xk ആയിരിക്കും. Now this can be extended. Now for n greater than or equal to k this holds. What about x? നമ്മൾ മുകളിലത്തെ ഇനീക്വാലിറ്റി ഉണ്ടാവുന്നത് x star minus epsilon less than xk less than or equal to xn, right? Less than or equal to x star. കാരണം എന്താണ്? xn ന്റെ സുപ്രീം ആണ്. Less than x star plus epsilon. This is very important. കാരണം എന്താണ്? ഇപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്? x star minus epsilon less than xk less than or equal to xn less than or equal to x star less than x star plus epsilon. ഇനി നമ്മൾ ഇത് മാത്രം ഉപയോഗിക്കുക. എത്ര നമുക്ക് ആവശ്യമുള്ളൂ? ഇതും മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. എങ്ങനെ നോക്കുക? x star minus epsilon strictly less than xn strictly less than x star plus epsilon. What is this? x star കുറച്ചുണ്ടാവും. minus epsilon less than xn minus x star less than epsilon. എന്താണ് ഇത് എഴുതാൻ പറ്റുക? മോഡ് xn minus x star less than epsilon. എപ്പോഴാണിത് ശരിയാവുക? ഇത് എഴുതണമെങ്കിൽ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഇത് ഉപയോഗിക്കണമെങ്കിൽ എന്താവണം? For all n greater than or equal to k. ഏതാണ് k? അല്ലേ? k നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും നമുക്കറിയാം. അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമുള്ള മോഡ് xn minus x star less than epsilon for all n greater than or equal to k. Then sequence xn converges to x star. That is limit of xn equal to x star equal to supremum of the set xn and belongs to right. ഇനി ഇൻഫിമത്തിന് നമ്മൾ ഇതേപോലെ, അപ്പൊ ഇൻഫിമത്തിന്റെ കൂടെയും ചെയ്യാൻ ബി പാർട്ടോടെയും ചെയ്താൽ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ബി പാർട്ടോടെ ചെയ്യാം. ലെറ്റ് y ഈക്വൽ ടു yn be a decreasing bounded sequence, right? Then what about the put x equal to minus y equal to minus yn.
is say this increasing ആണോ ആണോ നിങ്ങൾ ചെക്ക് ചെയ്യുക y decreasing ആണ് minus y increasing ആയിരുന്നു 1 1 by 2 1 by 3 etc decreasing ആണ് minus 1 minus 1 by 2 minus 1 by 3 etc എന്താണ് increasing ആണ് then by a x is convergent and limit x equal to supremum of ഏതായിരിക്കും എക്സിലെ എലമെന്റ്സ് എന്തായിരിക്കും മൈനസ് വൈ എൻ എൻ ബിലോങ്സ് ടു ഈ മൈനസിനെ നമുക്ക് പുറത്തെടുക്കാം എന്താണാവാ മൈനസ് വൈ എൻ മൈനസ് പുറത്ത് വരുമ്പോ മൈനസ് infimum of yn n belongs to that is limit of x എന്താണ് minus y equal to minus infimum of yn n belongs to n that is limit y equal to infimum of yn n belongs to n that is the proof. Okay.